ഞാൻ വാഴ 2 കണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ വന്ന് പഠിക്കുന്നവർക്കറിയാം, നാട്ടിലൊക്കെ വീടൊക്കെ പണയം വെച്ച് ലോണൊക്കെ എടുത്തിട്ടാണ് പറഞ്ഞത്. അത്രയും പൈസ പിന്നെ അവിടെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും വരുന്നത് ഇവിടെ കാണിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥകൾ മനസ്സിലാവുള്ളൂ. ഇവിടെ NHS തന്നെ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അത് അവരുടെ ഒരു അരമണിക്കൂർ അവരുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ഏർലിയസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റൊക്കെ ചിലപ്പോൾ ഇന്ന് പനിയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ സാഡായിട്ടുള്ള പാട്ടാണ്. ഇമോഷണലായിട്ട് ആ സിനിമയിൽ അത് കാണിക്കുന്നുണ്ട്. സത്യമാണ് അതൊക്കെ. ഇവിടെ വന്നവർക്ക് അറിയാമായിരിക്കും. UK വന്ന് പഠിക്കുന്ന എത്രയോ സ്റ്റുഡൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഏജൻസികൾ ഇതൊന്നും പറഞ്ഞു തരാറില്ല. ഏജൻസികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിലാവാൻ പറ്റും, ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റിലാവാൻ പറ്റും 100-ൽ 1-2 ആൾക്കാർക്ക്. ഞാനിപ്പോൾ ഇവിടെ വന്ന ആൾക്കാർ മൊത്തം തിരിച്ചു പോകാൻ നിൽക്കുന്നത്. കാരണം ഇവിടുത്തെ ടാക്സും ഇവിടുത്തെ കാര്യങ്ങളും ഇവിടെ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഭരണവും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും നമ്മളെ ചിന്തിപ്പിക്കാനായിട്ട് UK നിൽക്കുന്ന ഒരു മസ്റ്റായിട്ട് പോയി കാണേണ്ട സിനിമ തന്നെയാണ് വാഴ 2. അതിൽ ആ ബ്രിട്ടീഷുകാർ അവനെ ഒരുപാട് ആദ്യം പിന്നെ വഴക്ക് പറഞ്ഞ് അടിക്കുന്നുണ്ട്. പക്ഷേ അവസാനം പിന്നെ അവൻ്റെ അച്ഛൻ മരിക്കുമെന്ന് കാണുമ്പോൾ അറിയുമ്പോഴേക്കും പുള്ളിക്കാരൻ കെട്ടിപ്പിടിക്കും. അതൊക്കെ ഭയങ്കര ഇമോഷണലായിട്ടുള്ള സീനാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ടാവും. എന്തായാലും ചിന്തിപ്പിക്കാൻ നമ്മളെ ഇരുത്തും. നല്ല പടമാണ്. ഫസ്റ്റ് വാച്ചാണ് കേട്ടോ.